പ്രവർത്തിക്കാനും നയിക്കാനും വിവരവും തന്റെ ഇടവും വലിയ നേതൃപാഠവുമുള്ളവരാണ് മഹാന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സമസ്ത ജംഇഅത്തുൽ ഉലമയുടെ പുതിയ പ്രസിഡന്റായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതിന്റെ കാര്യദർശിയായ ബഹുമാനപ്പെട്ട ഖബറുൽ ഉമ്മ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേരത്തെ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന താജുൽ ഉലമയൊക്കെ തന്നെ. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അത്തരമൊരു തുരീഖത്തിലേക്ക് പോകാതെ, ഒരു തെറ്റായ വിഷയത്തിലേക്ക് പോകാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നത് ഒരു അഭിമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് ആഖിറത്ത് നന്നായി മരിച്ച് ആ മഹാന്മാരുടെ സ്വർഗ്ഗത്തിൽ കൂടാൻ പറ്റുന്ന രൂപത്തിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മെയും നമ്മുടെ കുടുംബിനികളെയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സന്തോഷം നൽകട്ടെ. നാം ആ സാദാത്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, നാം ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ വാക്കുകൾ നമ്മൾ കാതോർക്കണം, അവർക്ക് നാം അനുസരണം കാണിക്കണം. ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ എന്തെങ്കിലും വാർത്തകളോ മറ്റോ പ്രചരിക്കുമ്പോൾ നാം ഒരിക്കലും ശബ്ദിച്ചു പോകരുത്. നമ്മുടെ ഒരു നേതാവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തകനിൽ നിന്ന് അങ്ങനെയുള്ള വല്ലതും കേൾക്കുമ്പോൾ അതിന് നിജസ്ഥിതി അറിയുകയും അങ്ങനെ അത് ശരിക്കും ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ മറ്റൊരു പ്രവർത്തകന്റെ കാതിലേക്ക് പോലും നാം ഇത് കൈമാറാൻ പാടില്ല. ഇപ്പൊ സുബ്ഹാനല്ലാഹ് ആകെ വിഷമമാണ്. ഈ ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റ് പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നേതൃനിരയിലുള്ള ഒരു സയ്യിദിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ്. അതുപോലെ അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ, അപ്പോൾ നമ്മുടെ ആലിമീങ്ങളോടും സാദാത്യങ്ങളോടും നമ്മുടെ സംഘടനയോടും നിരക്കാത്ത ഒരു വർത്തമാനവും അത് വായിക്കാനോ അത് ഫേസ്ബുക്കിലായാലും അവിടേക്ക് അത് കാതു കൊടുക്കാനോ നമ്മൾ ഒരുങ്ങരുത്. കാരണം പിശാച് നമ്മുടെ കൽബിൽ ഇട്ടുതരും. അതാ ചിലർക്ക് ആവശ്യമുള്ളത് വലിയ സ്ഥാനവും അതുപോലെ തന്നെ പണവും. അങ്ങനെ പണത്തോടും സ്ഥാനത്തോടുമുള്ള മോഹം പല അപകടങ്ങളും വരുത്തിവെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അംഗീകരിച്ച് അവരുടെ പിന്നിലായി ജീവിക്കുന്ന അനുയായികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചൊരു നല്ല പാഠം കാണാം. സുഹൃത്തുക്കളെ, ഞാനിതിവിടെ പറയട്ടെ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, സാദാത്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, സയ്യിദന്മാർക്ക് വില കൽപ്പിക്കാത്ത, ആലിമീങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുകൾ, അവരെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. അവരെ കുറിച്ച് മഹാനവറുകൾ നൽകിയ സൂചന കാണാം. മല്ലം യകുൽ യഅരിഫു ഹഖ സാദത്തി മുനാഫിഖുൻ ഔ ഫാസിദുൽ വിലാദത്തി. മല്ലം യകുൻ യഅരിഫു ഹഖ സാദത്തി. ഈ സാദാത്യങ്ങളെ സംബന്ധിച്ച്, ആലിമീങ്ങളെ സംബന്ധിച്ച്, സമാദരണീയരായ പുരുഷന്മാരെ സംബന്ധിച്ച് നിലയും വിലയും വെക്കാത്ത വർത്തമാനം പറയുന്ന കക്ഷികൾ, മല്ലം യകുൻ യഅരിഫു ഹഖ സാദത്തി, അവരോട് യോജിക്കുന്ന നിലക്ക് വർത്തമാനം പറയാത്ത നിലക്ക് അവർ ജീവിച്ചാലും അവർ മരിച്ചാലും എപ്പോഴും കുറ്റം പറയുകയോ അവരെ നിലവാരം ഇടിച്ചതായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും കുറ്റം പറയുന്നവർ നമ്മളാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മഹാനവറുകൾ പറയുന്നു, ആ നിലക്ക് സാദാത്യങ്ങളുടെ നിലവാരമറിയാതെ സംസാരിക്കുന്നവർ ആർക്കാണതിന് കഴിയുക? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുകയില്ല, ഒരു യഥാർത്ഥ മുഅ്മിനിന് സാധിക്കുകയില്ല. ആരാണവൻ? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാണ് പറയുന്നത്, മുനാഫിഖുൻ, ഒന്നുകിൽ അവൻ കപട വിശ്വാസിയാണ്. മല്ലം യകുൻ യഅരിഫു ഹഖ സാദത്തി മുനാഫിഖുൻ ഔ ഫാസിദുൽ വിലാദത്തി. അവൻ ഒന്നുകിൽ മുനാഫിഖാവണം, അല്ലെങ്കിൽ തന്തയ്ക്ക് ജനിക്കാത്തവനാവണം. യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തിലൂടെ ശരിയായ രൂപത്തിൽ ബാപ്പയും ഉമ്മയും അങ്ങനെ ഒരു ജന്മം അല്ല അവനുണ്ടായത്, വ്യഭിചാരത്തിൽ ജനിച്ചവനാവണം. മൂന്നാമതായി പറയുന്നു, ഔ ഹമലതുഹു ഉമ്മുഹു ബിഹൈളത്തി ലഖദ്ദസല്ലാഹു ലിതിൽകൽ ബുളത്തി.
അല്ലെങ്കിൽ അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് ഉമ്മാക്ക് ആർത്തവമുള്ള സമയത്താവണം. അഥവാ ആർത്തവമുള്ള സമയത്ത്, പെണ്ണിന് ഹൈലുള്ള സമയത്ത് അവനുമായി ശാരീരിക ബന്ധം നടത്താൻ പാടില്ല. അങ്ങനെ ശാരീരിക ബന്ധം നടത്തുകയും അതിൽ അവൾ ഗർഭിണിയുമായാൽ അത് ഹറാമായ ബന്ധമാണ്, ഹറാമിലൂടെയുള്ള ജന്മമാണ്. ഒന്നുകിൽ ഈ വിധത്തിൽ ഉമ്മ ആർത്തവകാരിയായിരിക്കെ ഗർഭിണിയായതായിരിക്കണം എന്ന് മഹാനവകൾ പറഞ്ഞുവെങ്കിൽ ആലിമീങ്ങളെയും സദാത്യങ്ങളെയും അവരുടെ നിലയും വിലയും വെക്കാതെ സംസാരിക്കുന്നവർ ഒരു യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, സംസ്കാര ബോധമുള്ളവനാവുകയില്ലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചുവെങ്കിൽ നാം സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് നാം സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നവരും ആലിമീങ്ങളെ ആദരിക്കുന്നവരും അവര് വഫാത്തായാൽ അവരെ ഗുണഗണങ്ങൾ എടുത്തു പറയുന്നവരുമാണ്. മഹാസിന മൗതാക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ എടുത്തു പറയുക. നിങ്ങൾ നോക്കൂ, മരണപ്പെട്ടതിന്റെ ശേഷം മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട മസാല പഠിപ്പിക്കുമ്പോൾ മഹത്തുക്കളായ ഫുഖഹാക്കൾ പറഞ്ഞു തന്ന ചില സത്യങ്ങളുണ്ട്. എന്താണത്? മയ്യിത്ത് കുളിപ്പിക്കുന്നവരോട് പറയുന്നു, ആ മയ്യിത്ത് കുളിപ്പിക്കുന്നവർ ആ മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം അതേ വിശ്വസ്തരായിരിക്കണം. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളുകൾ വിശ്വസ്തരും വിശ്വസ്തവതികളുമായിരിക്കണം. എന്തെങ്കിലും കണ്ടാൽ അത് പറയുന്നവരാവാൻ പാടില്ല, എന്തെങ്കിലും വിചാരിക്കുന്നവരാവാൻ പാടില്ല. ഈ വിഷയം പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് മരിച്ചു. ആ മയ്യിത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ത്രീ, അവരുടെ സഹായി. കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണ്, ഈ കുളിപ്പിക്കുന്ന പെണ്ണ് മരിച്ചു മയ്യിത്തായി കുളിപ്പുരയിൽ കിടക്കുന്ന, കുളിറൂമിൽ കിടക്കുന്ന മയ്യിത്തിനെ സംബന്ധിച്ച് ഒരു വിചാരം അവരുടെ കൽബിൽ വന്നുപോയി. എന്താണത്? ഈ പെണ്ണ് എത്ര വ്യഭിചാരം ചെയ്തിട്ടുണ്ടാകും? ഈ പെണ്ണ് അവരുടെ രഹസ്യാവയവം കൊണ്ട് അനുവദിക്കാത്ത പലതും ചെയ്തു പോയിട്ടുണ്ടാകുമല്ലോ. ആ പെണ്ണിനെ സംബന്ധിച്ച്, മരിച്ചു കിടക്കുന്ന ഒരു മയ്യിത്തായ പെണ്ണിനെ സംബന്ധിച്ച് ഒരിക്കലും പാടില്ലാത്ത ഒരു സംഗതി അതാ മനസ്സുകൊണ്ട് വിചാരിച്ചു പോയി. മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് അതാ വരുന്നു. സംഭവിച്ചതെന്താണ്? ഈ കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ ഈ മയ്യിത്തിന്റെ ശരീരത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചുപോയി. ഈ കുളിപ്പിക്കുന്ന പെണ്ണ് എപ്പോൾ ഇവരുടെ മനസ്സിൽ ഈ വിചാരം വന്നോ ആ സമയം ആ കൈ ആ ശരീരത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചുപോയി. അവൾ എത്ര ശ്രമിച്ചിട്ടും കൈ പോരുന്നില്ല. അവസാനം സഹായികൾ വന്നു, പിടിച്ചു വലിച്ചിട്ടും കൈ പോരുന്നില്ല. ആലിമിങ്ങളുടെ അടുക്കൽ ചെന്നു മസാല ചോദിക്കാൻ. അല്ല ഉസ്താദുമാരെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മയ്യിത്തിനെ ബഹുമാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവളെ കൈ മുറിക്കണോ, അഥവാ ഇനി രണ്ടാലൊന്നും മുറിക്കാതെ നിർവാഹമില്ല. ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവളെ കൈ മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ മയ്യിത്തിന്റെ ശരീരം അരിഞ്ഞു മാറ്റണം. ഇതിൽ ഏതാണ് ചെയ്യാൻ പറ്റുക? രണ്ടും പറ്റുമോ? ഏതെങ്കിലും ഒന്ന് പറ്റുമോ? ചോദിക്കുമ്പോൾ ആലിമീങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ കഴിയാതെ പോയി. കാരണം രണ്ടും പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. എന്നാൽ കൈ ഇങ്ങോട്ട് പുറത്ത് കിട്ടുകയും വേണമല്ലോ. എന്തു ചെയ്യും? ഈ പെണ്ണാണെങ്കിൽ ഇങ്ങനൊന്ന് വിചാരിച്ചു എന്ന വിവരം പറഞ്ഞിട്ടില്ല. അത് ആരോടും പറയാനും പറ്റില്ലല്ലോ. അവസാനം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കേസെത്തുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ വിഷയം കേട്ട മാത്രയിൽ ചോദിച്ചു, നിങ്ങൾ ആ പെണ്ണിന്റെ അടുക്കലേക്ക് ചെല്ലണം, എന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കണം, ആ മയ്യിത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലതും അവൾ പറയുകയോ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്തിരുന്നോ? ആ ആലിമീങ്ങൾ വന്ന് ഈ പെണ്ണിനോട് ചോദിക്കുമ്പോൾ പെണ്ണ് പറയുന്നു, അതേ ഉസ്താദുമാരെ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഈ പെണ്ണിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വിചാരം എന്റെ മനസ്സിൽ വന്നുപോയി. മാലിക് തങ്ങളതാ മറുപടി കൊടുക്കുന്നു, എങ്കിൽ കതുഫാണ്, പെഞ്ചല് പറഞ്ഞ